വചനദീപ്തിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മക്കബായ പുസ്തകത്തിൽ ഒരമ്മ തൻ്റെ മക്കളെ പാപം ചെയ്യാതെ അവർ മരിക്കണം, പാപം ചെയ്യുന്നതിന് മുമ്പ് അവരെ ഒരുക്കുന്ന ഒരാഴ്ചയുടെ ഉപദേശം നമുക്കൊന്ന് കേൾക്കാം. മക്കബായക്കാർക്ക് എഴുതിയ പുസ്തകത്തിൽ 7-ാം അധ്യായം 22 മുതൽ ഇപ്രകാരം പറയുകയാണ്. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. ഇവിടെ അമ്മച്ചി പറയാണ്, ഞാനല്ല നിങ്ങൾക്ക് എൻ്റെ വയറ്റിൽ ജന്മം നൽകിയത്, ദൈവമാണെന്ന് ആ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കാലത്തൊരു പ്രശ്നമുണ്ടായി. പന്നിമാംസം തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് രാജാവ്. എന്നാൽ അവർക്ക് അത് തിന്നാൻ പാടില്ലാത്തതായിരുന്നു, വിലക്കപ്പെട്ടതായിരുന്നുകൊണ്ട് അത് തിന്നുന്നേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലതെന്ന് അമ്മ ധൈര്യം കൊടുക്കുകയാണ്. കാരണം അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്, ഈ കുഞ്ഞുങ്ങൾ എൻ്റെതല്ല, ദൈവത്തിൽ നിന്ന് വന്നു, അത് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട കടമയാണ് തനിക്കുള്ളതെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. അങ്ങനെ അമ്മച്ചി പറയുകയാണ്, നിങ്ങളെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് ആ തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും തരും. അതെ, അങ്ങനെ മരിക്കാനായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കൾ ദൈവത്തിൽ നിന്ന് വന്നു, ആ ദൈവത്തിലേക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മക്കൾ ജീവിക്കണം. പലപ്പോഴും മക്കളിലാണ് മാതാപിതാക്കൾ പ്രത്യാശ അർപ്പിക്കുന്നത്, ദൈവത്തിലല്ല. കാരണം ഈ മക്കളെ നന്നായിട്ട് സ്നേഹിച്ചെങ്കിൽ ലാളിച്ചെങ്കിൽ മാത്രമേ എൻ്റെ വയസ്സാം കാലത്ത് അവരെന്നെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കഴിയുന്നിടത്തോളം ലാളനയും സ്നേഹവും കൊടുക്കാൻ നോക്കുന്നു. എന്നാൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുന്ന ഇതാണ്, കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കണം. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ചില സമയത്തൊക്കെ അടിക്കേണ്ട വരും. ഒരു അടി കൊടുത്തെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും വരികയില്ലെന്നും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. അവർക്ക് വേണ്ട ശിക്ഷണം, ചിലപ്പോൾ അടി കൊടുക്കണം, വേണ്ട നിയന്ത്രണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളർന്നു വരുമ്പോഴാണ് അവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും, സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. ഒരു വചനം പറയുകയാണ്. അപ്പോൾ മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലാക്കുന്നു, സ്നേഹിതരുടെ മുമ്പിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷണം കൊടുക്കണം എന്ന് ദൈവം പറയാണ്. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നു, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകുന്നു. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തന്നിഷ്ടക്കാരാകുന്ന മക്കൾ. അവിടെ നിയന്ത്രണമില്ല, അനുസരണമില്ല. എന്നാൽ വേറൊരു തരത്തിലൂടെയും മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതികഠിനമായ ശിക്ഷ. ഒരിക്കലൊരു കുട്ടി അപ്പനെ കയറുകൊണ്ട് കെട്ടിയിട്ട് തല്ലുകയാണ്. അപ്പോൾ അതിന് കാരണം ഇതായിരുന്നു, ഈ കൊച്ചിനെ മരത്തിൻ്റെ കൊമ്പയിൽ കെട്ടി തൂക്കിയിട്ടിട്ട് അവനോട്ട് തുടക്കോട്ട് അടിക്കുമായിരുന്നു അപ്പൻ. അതുപോലെ ചിലപ്പോഴൊക്കെ മുറ്റത്ത് മുട്ടുമേ നിർത്തി അവനെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ. അപ്പം ഇങ്ങനെ അതികഠിനമായ ശിക്ഷകൾ കൊടുക്കുമ്പോഴും പിള്ളേർക്ക് അതിൻ്റെ ക്രൂരത വർദ്ധിച്ചു വരികയും അവസാനം അവർ മാതാപിതാക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്ന് സമൂഹത്തിൽ കാണാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേറെ ചിലരുണ്ട്, അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. വചനം പറയുകയാണ്, അമിതമായി നമ്മൾ ലാളിക്കാൻ പാടില്ല, അവനോടുകൂടി കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. ചില മാതാപിതാക്കൾ, മക്കൾ വേറെ ഇല്ലല്ലോ, 1-2 മക്കളൊക്കെ കാണുള്ളൂ, അവരോടുകൂടി കളിപ്പിക്കും. അവരോടുകൂടി കളിക്കുന്നതുകൊണ്ട് വചനം പറയുകയാണ്, അവൻ നിന്നെ ദുഃഖിപ്പിക്കുമെന്ന് പറയുകയാണ്.
അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്തവനായി വളരും, നിർബന്ധ ബുദ്ധിക്കാരനായി വളരും എന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളും വചനം പഠിക്കണം. വചനം പഠിച്ച് അതനുസരിച്ച് മക്കളെയും പഠിപ്പിക്കുമ്പോഴാണ് ഒരാളുടെ കുടുംബജീവിതം സമാധാനമായിട്ട് വരുന്നത്. അപ്പം കുടുംബത്തിൽ തെറ്റ് എന്നോർത്തുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ നമ്മൾ മടിക്കണ്ട, പക്ഷെ അധിക ശിക്ഷയായിരുന്നു. ഒരടി അവരുടെ തെറ്റ്, അവർ കാണിക്കുന്ന കുസൃതിത്തരത്തിന് ഒരു പാഠമാകുകയാണ്. എന്നാൽ രണ്ടാമത്തെ അടിയായ എന്താണ്? നമ്മുടെ അരിശമാണ്. നമ്മുടെ അരിശം അവർക്ക് കുത്തിവെക്കരുത്. പല പിള്ളേരും ഇതുപോലെ ശിക്ഷയായി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യും? അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും നേട്ടം വരികയില്ല. പകരം ഭയമായി തീരുകയാണ്. ഭയം അനേകരെ നശിപ്പിക്കുന്നുണ്ട്. ഈശോ അതുകൊണ്ട് പല സംഭവങ്ങളിലൂടെ ഈശോ പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയത്തിലൂടെ ഒത്തിരി മുറിവേക്കുന്നുണ്ട് മനുഷ്യർ. പിന്നെ അവനെ ശരിയാക്കി കൊണ്ടുവരാൻ വിഷമമാണ്. ചിലർ തൊടുന്നതിനെല്ലാം അടിക്കും, തൊടുന്നതിനെല്ലാം കടങ്കഥകൾ, അതായത് നിന്നെ ഈശോ തല്ലും, പുലി വരും, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരുടെ മാതാപിതാക്കളെ വിശ്വാസമില്ല. അതുകൊണ്ട് വിശ്വാസം ജനിപ്പിക്കണമെങ്കിൽ സത്യമായിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ചിലപ്പം അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാകും. അവരുടെ ഒത്തിരി ക്വസ്റ്റ്യനൊക്കെ അവർ ചോദിക്കും. അവരെ നമ്മൾ നീ അത് പറയരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശിക്ഷിക്കുകയല്ല വേണ്ടത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ സംശയത്തിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. അതിന് മാതാപിതാക്കളും ധൈര്യമായിരിക്കണം. അവർക്കും വേണ്ട പക്വതയുണ്ടായിരിക്കണം. അവരെ ഒന്ന് ശ്രവിക്കണം. അവരുടെ ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുക്കണം. കാരണം വികലമായ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞു മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലൂടെ വരുന്നുണ്ട്. എന്നാത്തിനു വേണ്ടി എന്നൊക്കെ ഉള്ളതിനെല്ലാം ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ അംഗീകരിക്കണം. പ്രത്യേകിച്ച് ഒരമ്മ ആ കുട്ടിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എങ്കിലേ ആ കുട്ടിക്ക് പക്വത വരികയുള്ളൂ. ഭയപ്പെടുത്തി ഒരിക്കലും മക്കളെ വളർത്തരുത്. ഭയത്തിലൂടെ എനിക്കറിയാം ചില കുട്ടികളെ ടീച്ചർമാർ തല്ലിക്കഴിയുമ്പം പിന്നെ ആ പിള്ളേർക്ക് ആ വിഷയമേ ഇഷ്ടമില്ല. അവർക്ക് പഠിക്കാനേ പറ്റുകയില്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അമിതമായ ശിക്ഷ അവരെ തളർത്തിക്കളയുകയാണ്. അവരെ ഒരിക്കലും വളർത്തുകയില്ല. ചില പിള്ളേരുണ്ട്, അവരുടെ സ്വഭാവം, അവരുടെ കളറ് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ചില മാതാപിതാക്കളുണ്ട്. എനിക്ക് ചിലരെയൊക്കെ അറിയാം. ആ കറുത്ത കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ടല്ലോ, ഇങ്ങനെ ചില കുട്ടികളെ അംഗീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് പലപ്പോഴും. അവരുടെ കളറ് അത് നല്ലതാണെന്ന് നമ്മൾ അവരെ സൂചിപ്പിക്കണം. ഒരിക്കലൊരു അമ്മച്ചി പറഞ്ഞൊരു കഥ ഇതാണ്. ഒരു വെളുത്ത പൂച്ചയുടെ കാലെ പിടിച്ച് നിലത്തടിച്ച് തല്ലിക്കൊല്ലുക. ചോദിച്ചപ്പം പറയാണ്, ദൈവം കണ്ടില്ലേ, ആ പൂച്ചയ്ക്ക് പോലും വെളുത്ത കളർ കൊടുത്തു, എനിക്ക് തന്നത് ഒരു കറുത്തതാണ്. എന്തുകൊണ്ടാണ് ആ അമ്മച്ചി അങ്ങനെ പറയാൻ കാരണം? ആ അമ്മച്ചി ഉണ്ടായപ്പോഴേ ആ കളറിനെ അംഗീകരിക്കാൻ മാതാപിതാക്കൾ പ്രേരിപ്പിക്കാത്തതുകൊണ്ടാണ്. വേറൊരു സൈക്കാട്രി ഡോക്ടറിനെ എനിക്കറിയാം. ഈ സൈക്കാട്രി ഡോക്ടർ ഒത്തിരി പേരെ ചികിത്സിക്കുന്ന ആളാണ്. പക്ഷെ സ്വന്തം മുറിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിപ്പം കണ്ടത്, നീ ആ മീൻകൂടയിലൂടെ ഒഴുകി വന്ന ഞങ്ങൾ ബാക്കി 9 മക്കളും വെളുത്തവർ, നീ ഒരാൾ മാത്രം കറുത്തത്, ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ആങ്ങളമാരുടെ കളിയാക്കൽ ഈ സിസ്റ്ററിനെ വളരെയധികം വിഷമിപ്പിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്റർ വലുതായി. അത് കഴിഞ്ഞ് സിസ്റ്റർ ആഗ്രഹിച്ച ജോലി സൈക്കാട്രി ഡോക്ടറാണെന്ന്. പക്ഷേ സൈക്കാട്രി ഡോക്ടറായി വന്നിട്ട് ഈ സിസ്റ്ററിൻ്റെ മുറിവ് മാറുന്നുണ്ടോ? അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഒത്തിരി തൻ്റെ ഇടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരെയും അംഗീകരിക്കാത്ത സ്വഭാവമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? ഞാൻ ഈ വീട്ടിൽ വളർന്ന കുട്ടിയല്ല. കണ്ടോ, അവർ തെറ്റായ ബോധ്യങ്ങൾ പങ്കുവെച്ചതാണ്. പക്ഷേ തമാശന് പങ്കുവെച്ചതാണെങ്കിലും കുഞ്ഞു മനസ്സുകളിൽ ഇതൊത്തിരി വികലമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ വചനത്തിലൂടെ പറയുകയാണ്, നീ കറുത്തവളെങ്കിലും സുന്ദരിയാണ്. ഉത്തമഗീത പുസ്തകം ആ സിസ്റ്ററിനെ വായിച്ചു കേൾപ്പിച്ചു. 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ കറുത്തവളെങ്കിലും സുന്ദരിയാണ്. അതുപോലെ വീണ്ടും പറയാണ്, സ്ത്രീകളിൽ
അതിസുന്ദരിയായവളെ. ആരോടാ ദൈവം പറയുന്നത്? ഈ കറുത്ത വ്യക്തികളോട്. നമുക്ക് പല മാതാപിതാക്കൾക്കും മക്കളോട് ചില വിവേചനങ്ങൾ കാണിക്കാറുണ്ട്. അവൾ എൻ്റെ കുട്ടിയാണ്, ഇവൻ എൻ്റെ കുട്ടിയാണ്, നീ അവളുടേതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന പല മാതാപിതാക്കളുടെ സ്വഭാവം കൊണ്ട് ഒത്തിരി കുട്ടികൾ വികലമായി ജീവിച്ചു പോയിട്ടുണ്ട്. അവരെ തന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു ചെയ്യും? അവർ കുറച്ച് കഴിയുമ്പം അവർ ഏകാന്തതയിലേക്കാകും, ഒറ്റയ്ക്കിരിക്കാൻ നോക്കും, വിഷാദമുഖരായി മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തു ചെയ്യും? ഒന്ന് TV കാണണം തോന്നും. കുറച്ച് ഇങ്ങനെ ഏകാന്തതയിലിരിക്കുമ്പം കൂട്ടുകാർ പറയും, എടാ നമുക്ക് ഇച്ചിരി മയക്കുമരുന്ന്, കുഴപ്പമില്ല, നല്ല സന്തോഷമാണ്, നല്ല ആനന്ദം വരും. അങ്ങനെ ഈ കുട്ടികളെ എന്തു ചെയ്യുന്നു? മയക്കുമരുന്നിലേക്കും മദ്യപാനത്തിലേക്കും മാറ്റുന്നുണ്ട്. എന്നാൽ വേറെ ചില കുട്ടികളെ ഇവർ ജഡികാസക്തിയിലേക്ക് മാറ്റുന്നതുമുണ്ട്. കുട്ടികൾ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ അങ്ങനെ ജഡികമായ ബന്ധങ്ങളിലേക്ക് പകരുന്നു. അതുകൊണ്ട് അവർ സ്വവർഗഭോഗത്തിലേക്ക്, സ്വയംഭോഗത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അവിടെയും അവർക്ക് സന്തോഷമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത് ആയിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുടുംബങ്ങളിൽ മൂത്തപുത്രനും ധൂർത്തപുത്രനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? മൂത്തപുത്രനെ വളരെ കാര്യമായി സ്നേഹിച്ച് അംഗീകരിച്ചൊക്കെ കൊണ്ടുവരുന്നു. രണ്ടാമതൊരു കൊച്ചു വരുമ്പോൾ ആ മൂത്ത കൊച്ചിനെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാ അവരുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്, 1ാം ക്ലാസ്സിൽ നല്ല പക്വതയാകാത്തതാണ്, പിക്നിക്കിന് കൊണ്ടുപോവാണ്, സ്കൂളിൽ നിന്നുള്ള പിക്നിക്ക്. അപ്പം പറഞ്ഞു, ഇപ്പോഴേ ഈ കൊച്ചിനെ കൊണ്ട് പിക്നിക്കിന് പോയാൽ ശരിയാകില്ല, നമുക്ക് അടുത്ത വർഷം പോകാൻ മോളെ എന്ന് പറഞ്ഞു. ഉടനെ ഇളയ കുട്ടി ഉണ്ടായി 3 മാസം ആയിരുന്നു. അവൾ ഉടനെ എടുത്തടിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ എന്നെ പിക്നിക്കിന് വിടാത്തത്. കണ്ടോ? ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിയുടെ പ്രതികരണം എന്താണ്? ആ കുട്ടി കാരണമാണ് എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ലഭിക്കാത്തതെന്നുള്ള ബോധ്യത്തിലേക്ക് വരികയാണ്. എന്നാൽ ഈ മാതാപിതാക്കൾ ആ മൂത്ത കുട്ടിയെയും ഒരുക്കണം. ആ കുട്ടിക്ക് വിഷമം വരുത്തരുത്. ആ കുട്ടിയിലൂടെ എന്തെല്ലാം നന്മ വരുന്നെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആ ഇളയ കുട്ടിക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ തന്നെ മൂത്ത കുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കുക. എൻ്റെ കുഞ്ഞിനെത്തിയല്ലേ. അങ്ങനെ സ്നേഹിപ്പിച്ച് വളർന്ന കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അമിത ലാളന നമ്മളെ നശിപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്, അല്ലേ? അപ്പോൾ അമിത ലാളന കൊടുക്കുമ്പോഴും മൂത്ത കുട്ടിക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തുണ്ടാകും? മരിക്കുന്നിടം വരെ അവർ പ്രശ്നക്കാരായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈശോയെ എങ്ങനെയാണ് മാതാപിതാക്കൾ വളർത്തുന്നത്? ജ്ഞാനത്തിലും വിവേകത്തിലും അനുസരണയിലും വളർത്തിയെന്നാണ് വചനം പറയുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ജ്ഞാനം കിട്ടേണ്ടതുണ്ട്. ജ്ഞാനം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ദൈവത്തെ എങ്ങനെയാണ്, ദൈവം ആരാണ്, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കും പ്രകൃതിയിലേക്കും മറ്റുള്ളവരിലേക്കെല്ലാം കടന്നു ചെല്ലണമെങ്കിൽ ദൈവിക ജ്ഞാനം കിട്ടണം. അതിന് കുഞ്ഞുനാളിൽ തുടങ്ങി തന്നെ കുട്ടികളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഈ ലോക വസ്തുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിവ് കൊടുക്കണം. അപ്പം പ്രിയപ്പെട്ടവരെ, ജ്ഞാനം എന്താണ് പഠിപ്പിക്കുന്നത്? ജ്ഞാനം ഇതിനെല്ലാം ഉപരിയാണ്. അതുകൊണ്ട് പ്രഭാഷകൻ പറയാണ്, യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ജ്ഞാനത്തിൽ വളർത്തണമെന്നാണ്. അതാണ് പരിശുദ്ധ അമ്മ ചെയ്തതും. അപ്പം ഈ പ്രഭാഷകൻ്റെ പുസ്തകം 51:13 പറയുന്നത്, യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ അവരെ ജ്ഞാനത്തിൽ വളർത്തണം. അതുപോലെ യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു, പ്രഭാഷകൻ പറയാം. അപ്പം ഈ ജ്ഞാനം എന്താണെന്നും ജ്ഞാനത്തിൻ്റെ അഭിഷേകം എന്താണെന്നും ജ്ഞാനത്തിൻ്റെ മഹത്വം എന്താണെന്നും നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈശോയെ മാതാവ് സ്കൂളിലുണ്ടെന്ന് ചേർത്തിട്ടില്ല, പക്ഷേ ദൈവിക ജ്ഞാനത്തിൽ വളർത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ വിവേകത്തിൽ വളർത്തി. എങ്ങനെയാണ് പിള്ളേർ വളരേണ്ടതെന്നുള്ളതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ അനുസരണ, ചെറിയ കാര്യങ്ങളിൽ പോലും അനുസരിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് പല പിള്ളേർക്കും ട്യൂഷനാണ്. ഞായറാഴ്ച പള്ളിയിൽ വേദപാഠത്തിന് പോലും വിടാനായിട്ട് അവർ ഉത്സാഹിക്കുകയല്ല. എന്തിനാ? അവർക്ക് മാർക്ക് കിട്ടിയാലേ വിദേശത്ത് പോകാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ,
ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവത്തിന് നിങ്ങളോട് സ്നേഹം വരികയില്ലെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ലോകത്തെ സ്നേഹിക്കാൻ, ലോകത്തിൻ്റെ വസ്തുക്കളെ സ്വീകരിക്കാനല്ല നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. അപ്പം പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും എല്ലാം പിള്ളേർ വളർന്നു വരണം. ഈശോയെ വളർത്തതുപോലെ തന്നെ വളർത്തണം. അതുപോലെ സത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ചില വ്യക്തികളുണ്ട്, കുഞ്ഞുനാളിലെ തുടങ്ങി തന്നെ പിള്ളേരെ അനുസരിക്കാൻ വേണ്ടി അതാ പുലി വരും, ഈശോ തല്ലും, കണ്ടോ. ഇത് നമ്മൾ കപടതയോടെ കുത്തിവെച്ച് കഴിഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മുഴുവനും വികലമായ അറിവും ബോധ്യങ്ങളുമാണ്. ഇവിടെയൊക്കെ പിള്ളേരെ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വിഷമമുണ്ട്. അതുപോലെ തന്നെയാണ് പിള്ളേർക്ക് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. പിള്ളേർക്ക് ഒത്തിരി താലന്തുകളുണ്ട്, അത് കണ്ടുപിടിച്ച് മക്കളെ വളർത്താനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവരവരുടെ കഴിവുകളിൽ അവർ വളരും. അതുപോലെ പല കുട്ടികളോടും മാതാപിതാക്കൾ പറയും, അയൽവക്കത്ത് പോകരുത്, അവിടെ പോകരുത്, ഇങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ. എന്നാൽ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. മനുഷ്യൻ സമൂഹ ജീവി ആയതുകൊണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട് വേണം അവന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ, നല്ല നല്ല കൂട്ടുകൾ, ഇതിലൂടെയെല്ലാം പിള്ളേരെ നമുക്ക് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ഒരു കടമയാണ്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അതുപോലെ ഭയത്തിലൂടെ ഒത്തിരി രോഗങ്ങളുണ്ടാകുന്നുണ്ട്. എനിക്കറിയാം, ഒരു കൊച്ച്, അതിനെന്നും ജലദോഷം, പിന്നെ ചുമ, ഇതൊക്കെയാണ്. അപ്പോൾ ആ കുട്ടി കുറച്ച് പ്രായമായതാണ്. അപ്പം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ഇതാണ്. അതായത് ഒരു കൊച്ച് 6 മാസം ആയ കുട്ടി നിലത്തൂടെ നീന്തി പോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ കളിച്ച് ഇങ്ങനെ നീന്തി മുന്നോട്ട് പോകുമ്പോഴാണ് വഴി കിടക്കുന്ന ഒരു അട്ടയെ കണ്ടു. ഉടനെ ഈ അട്ടയെ പിടിച്ച് കൊച്ച് വായിലോട്ട് വെക്കുകയാണ്. സാധാരണ എങ്ങനെയാണ് അത് ചെയ്യാറുണ്ടല്ലോ അല്ലേ, എന്ത് കിട്ടിയാലും വായി വെക്കുന്ന ഒരു പ്രായമാണ് 6 മാസം ഉള്ള കാലഘട്ടം. അപ്പോൾ എന്ത് ചെയ്തു, അമ്മച്ചി ഓടി വന്നിട്ട് ഈ അട്ടയെ പിടിച്ച് ചെറിഞ്ഞ് വായിക്കടയും വെള്ളം ഒഴിച്ചപ്പം വായിക്കടയും മൂക്കിക്കടയും എല്ലാം വെള്ളമായി. ഈ കൊച്ചിനങ്ങ് ഭയപ്പെട്ടു. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു വലുതായി കഴിഞ്ഞപ്പോഴും അല്പം തൂളുമഴ മതി, ഉടനെ ജലദോഷം കേട്ടോ. ഭയത്തിലൂടെ ഉണ്ടാകുകയാണ് ഈ ഒരു ജലദോഷവും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടാകുകയാണ്. അതുപോലെ മറ്റൊരു കുട്ടി വെള്ളത്തിൽക്കൂടെ ഒഴുകിപ്പോയതാണ്. ഈ കുട്ടിക്ക് വലിയ പ്രായമായപ്പം ഭയങ്കര ശ്വാസം മുട്ടലാണ്. വെള്ളത്തിൽക്കൂടെ ഒഴുകിപ്പോയി, ഒരു 3 വയസ്സുള്ളപ്പോൾ ഒഴുകിപ്പോയി. എന്നിട്ടൊരു മരത്തിൻ്റെ വേരിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കൊച്ച്. അപ്പോൾ ആളോട് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ആ മരത്തിൻ്റെ വേര് കാരണമല്ലേ എനിക്ക് രക്ഷപ്പെടാത്തത്, ഞാൻ അക്കരയ്ക്ക് നീന്തിയതായിരുന്നു, പക്ഷേ വെള്ളം ഒഴുക്കിലൂടെ ഞാനിങ്ങനെ ഒഴുകിപ്പോയി മരത്തിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി. അപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ആ മരത്തിൻ്റെ വേരവിടെ പിടിച്ചു നിർത്തുകൊണ്ടല്ലേ കൊച്ചു ജീവിച്ചത്, അല്ലെങ്കിൽ ഒഴുകി പോകുമായിരുന്നു, വീട്ടുകാരും കണ്ടുമുട്ടുകയല്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് മരത്തിൻ്റെ വേരിനോടുള്ള സ്നേഹം വന്നു കഴിഞ്ഞപ്പം ആ വ്യക്തിയുടെ ശ്വാസമുട്ടൽ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭയത്തിന് ഒരു മരുന്നേ ഉള്ളൂ കേട്ടോ, സ്നേഹം കൊടുക്കുക. എല്ലാം ഭയവും നമുക്ക് എടുത്തു മാറ്റണമെങ്കിൽ അതിൻ്റെ റൂട്ട് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അവയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, അവരെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, ഇത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി അപകർഷതകൾ പോലും ഇല്ലാതായിത്തീരും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ ഉപേക്ഷിക്കേണ്ടതാണ്. കളിയാക്കലാണ് പല കുട്ടികൾക്കും ഭയം ജനിപ്പിക്കുന്നത്. അപ്പം ഭയം മാറിപ്പോണെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സത്യം, നിസാര കാര്യങ്ങൾ വരെ സത്യം പറയുക. ചിലർ തമാശക്കടെ നുണ പറഞ്ഞു കേൾപ്പിക്കും, അല്ലെ തമാശക്കടെ നുണ പറയും, പറ്റിക്കുക എന്നൊക്കെ പറയും അല്ലേ, തമാശ പറഞ്ഞ് പറ്റിക്കുക. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, ഉള്ള സത്യം അതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി എന്നും സത്യസന്ധമായിട്ട് പെരുമാറാൻ ആ കൊച്ചിൻ്റെ മനസ്സിൽ ഒരു നല്ല പ്രേരണയാകും. അതുകൊണ്ട് നമുക്ക് പിള്ളേരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കള്ളത്തരം കാണിക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കാൻ നോക്കുക. അതുപോലെ സത്യസന്ധമായിട്ട് പറയാൻ അവരെ പ്രേരിപ്പിക്കുക. അപ്പം നമ്മൾ അടിക്കുകയോ എന്നുള്ള ഒരു ഒറ്റ പേടി കൊണ്ടാണ് ഈ പിള്ളേർ നുണ പറയുന്നത് അല്ലേ. സ്കൂളിൽ ആണെങ്കിലും കുട്ടികൾ നുണ പറയുന്നത് എന്തിനാ, അടി കിട്ടുമോ കേട്ടോ, ഭീഷണിയാണ്, അവിടെ വേദനിപ്പിക്കുമോ എന്നുള്ള ഒരു ഭയമാണ്. അതുപോലെ
കളിയാക്കുമ്പോഴും ഇത് തന്നെയാണ്, തന്നെ തിരസ്കരിക്കുകയോ സമൂഹം എന്നെ തിരസ്കരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയമാണ്. അതുകൊണ്ട് ഭയത്തിൽ നിന്നും കുട്ടികളെ മോചിതരാക്കണം. അത് നമ്മൾ കൊടുക്കേണ്ട വലിയൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം വസ്ത്രമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുഃഖം, ഭയം. ഈ 2 മേഖലകളിൽ പിള്ളേരെ മോചിതരാക്കി കൊടുക്കുക. ഇന്ന് പല കാരണന്മാരുടെയും പ്രശ്നം മക്കൾ ശരിക്കും പഠിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നിടം വരെ എല്ലാത്തിനും നല്ല A+ കിട്ടി. 9ൽ കയറിയപ്പം 2-3 വിഷയത്തിന് തോക്കാന്ന് കാരണം. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ചെറുപ്പത്തിൽ ഒത്തിരി അമ്മ അടി കൊടുത്തതാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, സിസ്റ്ററെ അത് എനിക്ക് അമ്മായിമ്മയെ പേടിയായിരുന്നു, അതുകൊണ്ട് അമ്മായിമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുട്ടി കരയണം, അതുകൊണ്ട് ഞാൻ കുട്ടിക്കോട്ട് ഒരു അടി കൊടുക്കും. കണ്ടോ, ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്ന എന്താ, എന്തിന് ഞാനൊരു തെറ്റും ചെയ്യാത്തതിട്ട് അമ്മ എന്തിന് എന്നെ തല്ലി. കണ്ടോ പ്രിയപ്പെട്ടവരെ, പിന്നെ ആ കൊച്ചിനെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേടി വന്നതുകൊണ്ടാണ്, നമുക്കങ്ങ് ക്ഷമിച്ചു വിടാം അല്ലേ. അപ്പോൾ അവൾ ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ഭയം വിട്ടുപോവുകയും കൊച്ചു പിന്നത്തെ ദിവസം തുടങ്ങി കൊച്ചു നന്നായിട്ട് പഠിക്കാനും കാരണമായി. അപ്പം ദുഃഖവും ഭയവുമാണ് പിള്ളേരെ പഠിക്കാനായിട്ട് സാധിക്കില്ലാതെ അവരെ നിരുത്സാഹരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ആ 2 മേഖലകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മക്കളെ നല്ല രീതിയിലൂടെ നമുക്ക് വളർത്താൻ സാധിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് എന്തും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വളർത്തുക. കുട്ടികളെ സ്വാതന്ത്ര്യം കൊടുക്കണം, തെറ്റിയാനല്ല, നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, മറ്റുള്ളവരെക്കുറിച്ച് പ്രോത്സാഹനം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മക്കളിൽ വളർത്തിക്കൊടുത്താൽ ആ പിള്ളേരുടെ ഭാവി ജീവിതം വളരെ സന്തോഷകരമാക്കും, കുടുംബജീവിതം സമാധാനമാക്കാൻ ഇടയാക്കും. അതുകൊണ്ട് മക്കളുടെ ഭാവി ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ തന്നെ കൊടുക്കുക. പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ഈ കുഞ്ഞുങ്ങളിൽ വന്നുപോയ എല്ലാ മുറിവുകളും ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, കുറേ ഭയത്തിൻ്റെ അടിമകളാക്കിയിട്ടുണ്ട്, ദുഃഖത്തിൻ്റെ അടിമകളാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് ജീവജലത്താൽ കുളിപ്പിക്കും, വിശുദ്ധീകരിക്കും. അപ്പോൾ അവർക്കെല്ലാം ആ സ്വാതന്ത്ര്യം വരും. അപ്പോൾ സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞാൽ മക്കൾ നല്ല നേരായ മാർഗത്തിലൂടെ വളരാൻ, നല്ല വലിയ വലിയ വ്യക്തികളായി ഉയരാനും സാധിക്കും. അതുകൊണ്ട് നമുക്കൊരു ദിവസം നമ്മുടെ മക്കളെ എല്ലാം ഒന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മക്കളെ തന്ന ദൈവമേ, നീ അറിഞ്ഞും അറിയാതെയൊക്കെ മക്കളിൽ വന്നുപോയ എല്ലാ മുറിവുകളും എല്ലാ കഷ്ടതകളും അവരുടെ തെറ്റായ ധാരണകളും എല്ലാം മായ്ച്ചു കളയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി മുൻ ധാരണകൾ നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം തെറ്റാണെങ്കിൽ അത് ദൈവമേ നീ പൊറുക്കണം, നീ സൗഖ്യം കൊടുക്കണം, വിടുതൽ കൊടുക്കണമെന്ന് നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ മക്കളെയും, ഇനി ജനിക്കാൻ പോകുന്ന മക്കളെയും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലൂടെ മക്കളെ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ അവരെല്ലാം ദൈവത്തിന് വേണ്ടി വളർത്തി കൊടുക്കാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവമേ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജ്ഞാനത്തിലും വിവേകത്തിലും അനുസരണയിലും അങ്ങ് മാതാവ് ഈശോയെ വളർത്തിയ പോലെ അമ്മ അവരെയും എൻ്റെ മക്കളെയും ലോകത്തിലുള്ള എല്ലാ മക്കളെയും അമ്മ ഈ സമയം ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആ യഥാർത്ഥമായ ജ്ഞാനം എന്താണ്, എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് വിവേകത്തോടു കൂടി പെരുമാറേണ്ടതെന്ന് ഈ കൃപകളെല്ലാം എൻ്റെ അമ്മേ മാതാവേ ഈ മക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലിച്ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.